വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. നമ്മുടെ പ്രീ സീസൺ തുടങ്ങാനായിട്ട് ഇനി 5-6 ദിവസം കൂടെ ബാക്കിയുള്ളൂ. എവിടെ സൈനിങ്സ് എവിടെ? ഇത് പണ്ടത്തെ പോലെ ലിങ്കുകൾ കൊണ്ട് സമ്പന്നരും സൈനിങ്സ് കൊണ്ട് ദരിദ്രരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മൾ വീണ്ടും ഒരു സ്ട്രൈക്കറായിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. ഇത്തവണ വേറെ ആരുമല്ല, ആസ്റ്റൺ വില്ലയുടെ ഒലി വാറ്റ്കിൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒലി വാറ്റ്കിൻസിനെ കുറിച്ച് നോക്കാം. പക്ഷേ അലാമിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ സീസണിന് മുമ്പ് 2-3 സൈനിങ്സ് ഇങ്ങേക്ക് എത്തിച്ചു കൊടുക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എവിടെ പ്ലേയേഴ്സ് ഒന്നും വരാത്ത എന്ത് എന്നുള്ളൊരു ചോദ്യം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. മാനേജ്മെന്റിന് നേരെയാണ് ചോദ്യചിഹ്നങ്ങൾ ഉയരുന്നത്. ഇപ്പം എന്തായാലും ലേറ്റസ്റ്റ് ലിങ്ക് ഒലി വാറ്റ്കിൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോറി വീറ്റ്വെല്ലാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം യുണൈറ്റഡിന് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ആസ്റ്റൺ വില്ലയുടെ പ്രൈസും പറയുന്നുണ്ട് 60 മില്യൺ ഒക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിന്റെ അവസാനം റാഷ്ഫോർഡിനെ വെച്ചിട്ട് ഒരു സ്വാപ്പ് ഡീലിന് വേണ്ടിയൊക്കെ യുണൈറ്റഡും ആസ്റ്റൺ വില്ല ശ്രമിച്ചിരുന്നു. പക്ഷേ റാഷ്ഫോർഡിന് ബാർസലോണയിലേക്ക് പോകാനാണ് താല്പര്യം, അല്ലെങ്കിൽ അബ്രോഡ് പോകാനാണ് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അത് മെറ്റീരിയലൈസ് ആയില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വാറ്റ്കിൻസിനെ പറ്റി പറയുകയാണെങ്കിൽ 29 വയസ്സ്, പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ്. സ്റ്റാറ്റ്സിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി സ്റ്റാറ്റ്സ് ഉള്ള പ്ലെയറാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ 38 മത്സരങ്ങളിൽ 16 ഗോളും 8 അസിസ്റ്റും, അതുപോലെ തന്നെ മുന്നത്തെ സീസണിൽ 37 മത്സരത്തിൽ 19 ഗോളും 13 അസിസ്റ്റും. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ 4-5 സീസണായിട്ട് പുള്ളിക്കാരൻ ആസ്റ്റൺ വില്ലയിലുണ്ട്. മിനിമം ഏറ്റവും കുറഞ്ഞത് 11 ഗോളെങ്കിലും വെച്ച് ഓരോ സീസണിലും നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒലി വാറ്റ്കിൻസിനെ പറ്റി പറയാനുള്ളത്. സ്റ്റാറ്റ്സ് വൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ഒരു പ്ലെയർ തന്നെയാണ്. ബട്ട് ആളുടേതായ പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയാം. ഇപ്പം എന്തായാലും പോസിറ്റീവ്സിനൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ നല്ല പൊസിഷണൽ അവയർനെസ് ഒക്കെ ഉള്ള പ്ലെയറാണ്. ഇഷ്ടംപോലെ ഹെഡർ ഗോളൊക്കെ അടിക്കാറുണ്ട്. 5-11 പൊക്കം ഉള്ളെങ്കിലും ഇപ്പോൾ ഈ കഴിഞ്ഞ സീസൺ തന്നെ പുള്ളിക്കാരൻ 3-4 ഹെഡർ ഗോളുകളൊക്കെ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല എലീറ്റ് മൂവ്മെൻ്റ് ഉള്ള ഒരു പ്ലെയർ ആയിട്ടാണ് തോന്നിയത്. അറിയാം എവിടെയാണ് ചെന്ന് നിൽക്കേണ്ടതെന്നുള്ള കാര്യം അറിയാം. അതുപോലെ തന്നെ ക്യൂറസിനൊക്കെ പോലെ വിങ്ങിലേക്കൊക്കെ പോകാനും പൊസിഷൻ സ്വിച്ച് ചെയ്യാനൊക്കെ കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നിരുന്ന് പുള്ളിക്കാരൻ്റെ ആസ്റ്റൺ വില്ലയിലുള്ള ഗെയിമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലും ഈ റോജേഴ്സ് ആയിട്ടുള്ള ലിങ്കാണ് പുള്ളിക്കാരനുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുണ്യ വരികയാണെങ്കിൽ കുണ്യ വളരെ ഉണ്ടല്ലോ. അപ്പോൾ കുണ്യം വാറ്റ്കിൻസും നമ്മൾ നല്ലൊരു ലിങ്കപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നാണ് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ എംബോമയോടൊപ്പം നേരത്തെയും കളിച്ചിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ അങ്ങനെ ഓവറോൾ ഒത്തിരി നല്ല കാര്യങ്ങളാണ്. പിന്നെ നല്ല ആറ്റിറ്റ്യൂഡാണ്. ഇങ്ങനെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ കൊല്ലം 30 വയസ്സാവാൻ പോകുന്നൊരു പ്ലെയറാണ് ഡിസംബർ. അപ്പോൾ 30 വയസ്സായിട്ട് ആവാൻ പോകുന്നൊരു പ്ലെയറിന് ശരിക്കും പറഞ്ഞാൽ റീസെയിൽ വാല്യൂ ഇല്ല. പിന്നെ ഈ പറയുന്ന ഒരു 50-60 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നോക്കി കഴിയുമ്പോൾ അത് നല്ലൊരു ഡീലാണ്. കാരണം ഇത്രയധികം ഗോൾ ഔട്ട്പുട്ട് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. മാത്രമല്ല ആസ്റ്റൺ വില്ലയ്ക്ക് സൂചിപ്പിക്കാവുന്ന ഒരു കാര്യം, ഹാരി കെയ്ൻ പോയത് 100 മില്യൺ ആണ്. അത് ഹാരി കെയ്ൻ 30 വയസ്സുള്ള സമയത്താണ് ഹാരി കെയ്ൻ പോയത്. അപ്പോൾ ആ കാര്യം ഒരു കമ്പാരിസൺ പോലെ എടുക്കും. പക്ഷേ ഹാരി കെയ്ൻ അല്ല ഒരിക്കലും ഒലി വാറ്റ്കിൻസ്. പിന്നെ ഒലി വാറ്റ്കിൻസിന്റെ കേസിലേക്ക് പറയുകയാണെങ്കിൽ പുള്ളിക്കാരന് ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാറ്റ്സ് നമ്മളെ ഡിസീവ് ചെയ്യാന്നുള്ളത് നല്ലൊരു എക്സാമ്പിളാണ് ഒലി വാറ്റ്കിൻസ്. പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ നല്ല സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്പുട്ട് ഉണ്ട്. പക്ഷേ പുള്ളിക്കാരന് ചില സമയത്ത് കൺസിസ്റ്റന്റ് അല്ലാത്തൊരു സ്പെല്ല് വരാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരു മാസമൊക്കെ പുള്ളി ചിലപ്പോൾ ഗോൾ അടിക്കാണ്ടിരിക്കും, അല്ലെങ്കിൽ 5-6 മത്സരങ്ങളൊക്കെ പുള്ളി ഗോൾ അസിസ്റ്റ് നേടാണ്ടിരിക്കും. ചിലപ്പോൾ ഭയങ്കര മോശമായിട്ട് പ്രകടനങ്ങൾ നടത്തുന്ന ഒരു സമയമൊക്കെ ഉണ്ടാവാം. അപ്പം അങ്ങനത്തെ ഒരു കുഴപ്പമുള്ളൊരു പ്ലെയറാണ് ഒലി വാറ്റ്കിൻസ്. പക്ഷേ സ്റ്റാറ്റിലേക്ക് മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി അടിപൊളിയാണ്. പുള്ളി ചെറിയ ടീമുകൾക്കെതിരെയും ഇഷ്ടംപോലെ ഗോൾ അടിക്കാറുണ്ട്. വലിയ ടീമുകൾക്കെതിരെ വന്നു കഴിയുമ്പോൾ അത്രയധികം ഗോളുകൾ നേടുന്നൊരു പ്ലെയർ അല്ല. ഇപ്പോൾ കഴിഞ്ഞ സീസണിലാകെ ആഴ്സണലിനെതിരെ മാത്രമാണ് ഒരു ഗോൾ നേടിയത്. മുമ്പത്തെ സീസണിലാണെങ്കിലും അത്രയധികം വലിയ ടീം ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ ബിഗ് 6 ടീമുകൾക്കെതിരെ ഒന്നും അത്രയധികം പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയർ അല്ല എന്നുള്ളതാണ്. പക്ഷേ ചെറിയ ടീമുകൾക്കെതിരെയൊക്കെ പുള്ളിക്കാരൻ പെർഫോം ചെയ്യാറുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെറിയ ടീമുകൾക്കെതിരെ വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ടീമുകൾക്കെതിരെ ഗോൾ അടിച്ചു കഴിഞ്ഞാലും ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഹോയിലൻഡാണ് നമുക്ക് വേണ്ടി സ്ട്രൈക്കർ കളിക്കുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ ഇങ്ങേരുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ 10 ടൈംസ് ബെറ്റർ ആവും എന്നുള്ളതാണ്. പിന്നെ വേറൊരു കേസ് പറയാനുള്ളത്, പുള്ളിക്കാരൻ അത്ര നല്ല ഹോൾഡപ്പ് പ്ലേ ഉള്ള പ്ലെയർ ഒന്നുമല്ല. പക്ഷേ അത്യാവശ്യം ലിങ്ക് പ്ലേ ഒക്കെ ഉണ്ട് പുള്ളിക്കാരൻ. അതുകൊണ്ടാണ് അസിസ്റ്റൊക്കെ നേടുന്നത്. അത്യാവശ്യം ലിങ്ക് പ്ലേ ഉള്ള പ്ലെയറാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ട്രഡീഷണൽ നമ്പർ 9 പോലെയൊക്കെ നിന്ന് ഹോൾഡപ്പ് പ്ലേ ഉള്ള പ്ലെയർ അല്ല. കൂടുതലും ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്ത് റണ്ണുകൾ നടത്തുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി ലോ റിസ്ക് ആണ്. നല്ല വർക്ക് റേറ്റ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ഡീലാണ്. ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അല്ല എനിക്കൊരു ചോയ്സ് തരാണ്, ഗോയിക്കീറസ് ആണോ
ഒലീവ് വാറ്റ്കിൻസ് ആണ് ബെറ്റർ പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒലീവ് വാറ്റ്കിൻസ് ആണ് ചൂസ് ചെയ്യുന്നത്. കാരണം കാസാപ്പിയക്കെതിരും അല്ലെങ്കിൽ സാന്റാക്ലാരക്കെതിരും ഒന്നും അല്ല പുള്ളിക്കാരൻ്റെ ഗോൾ ഔട്ട്പുട്ടുകൾ വന്നിട്ടുള്ളത്. അത്യാവശ്യം നമ്മൾ തന്നെ നമ്മുടെ സ്ട്രൈക്കേഴ്സ് അല്ലെങ്കിൽ അറ്റാക്കേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്ന ടീമുകൾക്കെതിരെയാണ് പുള്ളിക്കാരൻ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഗോൾ ഔട്ട്പുട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് ഒരിക്കലും ഒരു മോശം പ്ലെയർ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആൾക്ക് ആളുടേതായ കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്ഷൻ എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ റീസെയിൽ വാല്യൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ എന്തായാലും എംബുമയുടെ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കണം. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ഹീറോ വീഗോ അല്ലെങ്കിൽ ഡണ്ടിയിലാവുന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അതിപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 2ാമത്തെ ബിഡും ബ്രെൻഫോർഡ് അന്ന് റിജക്ട് ചെയ്തിരുന്നു. ഇനി അവന്മാർക്ക് ഇനി എന്താണ് വേണ്ടതെന്നുള്ള കാര്യം അറിയില്ല. കാരണം അവർക്ക് വീണ്ടും ആഡ് ഓൺസിലേക്കൊക്കെ അധികം കൂട്ടി തരാനായിട്ടാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ബോൾ അവന്മാരുടെ കയ്യിലാണ്. അവർക്കറിയാം നമുക്ക് ഈ പ്ലെയറിന് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ പ്ലെയറിന് നമ്മുടെ അടുത്തേക്ക് വരാനും താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവന്മാർ ഫുൾ നെഗോഷിയേഷൻ പവർ അവന്മാരുടെ കയ്യിലാണ്. നമ്മൾ എന്തെങ്കിലും ആഡ് ഓൺസ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കിത് ഒപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ ആവുന്നത്. ഇവഞ്ച്വലി വരും, അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് അവന്മാരിട്ട് നമ്മളെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലിയാം ഡെലാപ്പ് ചെൽസിയിലേക്ക് പോയി. അതുപോലെ തന്നെ ഓഷിമാനെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, സാലറി കൊടുക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ജോൺ ഡുറാനായിട്ട് നമുക്ക് ലോണിൽ തരാമെന്നുള്ളൊരു ഓപ്ഷൻ വന്നിരുന്നു എന്നുള്ള രീതിയിൽ റൊമാനോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ 300K ആണ് ഡുറാൻ്റെ സാലറി. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതും നമുക്ക് വിഷയമാണ്. പിന്നെ എക്കിറ്റിക്ക് ആയിട്ട് ലിങ്ക് വന്നിരുന്നു. ഇപ്പോൾ എക്കിറ്റിക്ക് ആണെങ്കിൽ 100 മില്യൺ അടുത്തേക്കാണ് പ്രൈസ് പറയുന്നത്. നമുക്കതും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇതാ ലിവർപൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ റൊമാനോ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകും. പിന്നെ ഇതാ ഫൈനലായിട്ട് നമ്മളിപ്പോൾ ഒലീവ് വാറ്റ്കിൻസിലാണ് എത്തിയിരിക്കുന്നത്. സോ ലോറി വിറ്റ്വെല്ലൊക്കെ പറയുന്ന ഒലീവ് വാറ്റ്കിൻസ് ആണ്. പ്ലെയറിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് എൻ്റെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ അവന് താല്പര്യം ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം കഴിഞ്ഞ ആ ഒരു വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ആഴ്സണലായിട്ട് ലിങ്ക് ആയ ഒരു പ്ലെയറാണ്, അല്ലെങ്കിൽ ആഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആഴ്സണൽ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ പ്ലെയർ ഒരു ആഴ്സണൽ ഫാനാണ്, പുള്ളി ബോയ്ഹുഡ് ആഴ്സണൽ ഫാനാണ്. പിന്നെ ആഴ്സണലിലാണെങ്കിൽ സ്ട്രൈക്കറെ ആവശ്യമുണ്ട്. പിന്നെ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അവരായിട്ട് യാതൊരു ലിങ്കും വന്നിട്ടില്ല എന്നുള്ളതാണ്. വേറൊരു ക്ലബ്ബായിട്ടും ആക്ച്വലി ലിങ്ക് വന്നിട്ടില്ല ഒലീവ് വാറ്റ്കിൻസ് ആയിട്ട്. ഇപ്പോൾ നമ്മളാണ് ആക്ച്വലി ഒരു പേരായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് കാണാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒലീവ് വാറ്റ്കിൻസിനെ കുറിച്ച് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ട് എടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.